പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിൻ്റെ 3-ാം ദിവസമായ ഇന്ന് പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ഈ പരിശുദ്ധ ജപമാലയുടെ ചരിത്ര പശ്ചാത്തലം നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ ചൊല്ലുന്ന ജപമാല, ഈ ജപമാല പ്രാർത്ഥന ഈ രൂപത്തിൽ നമുക്ക് കിട്ടാനായിട്ട് ഉണ്ടായ കുറെ കാരണങ്ങളുണ്ട്. അതിലൊന്ന് 12-13 നൂറ്റാണ്ടുകളില്, പ്രത്യേകിച്ചും 13-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഫ്രാൻസിൽ ഉരുത്തിരിഞ്ഞ ഒരു പാഷണ്ഡതയുണ്ട്. അതിന്റെ പേരാണ് ആൽബിജൻസിയൻ പാഷണ്ഡത. അത് പ്രത്യേകിച്ചും തെക്കൻ ഫ്രാൻസിലാണ് അത് ആരംഭിച്ചത്. ഈ ആൽബിജൻസിയൻ പാഷണ്ഡതക്കാർ പഠിപ്പിച്ച തെറ്റായ ഒരു പഠനം എന്നത് ഈശോയുടെ മനുഷ്യാവതാരത്തെ നിരാകരിക്കുന്ന, ഈശോയുടെ മനുഷ്യാവതാരത്തെ എതിർക്കുന്ന ഒരു പഠനം. അതായത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നത് ഈശോയുടെ മനുഷ്യാവതാരമാണ്. അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും, അതിനുമപ്പുറത്ത് സ്വർഗത്തിലേക്കുള്ള അവിടുത്തെ ആരോഹണവും. നമ്മുടെ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ വിശ്വാസം പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നത്, അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഈ ഒരു സത്യത്തിൽ ആണ്. എന്നാൽ ആൽബിജൻസിയൻ പാഷണ്ഡതക്കാര് പഠിപ്പിച്ചത് യഥാർത്ഥത്തില് മനുഷ്യനായിട്ട് അവതരിച്ച ക്രിസ്തു, ശരീരത്തിൽ ആയിരിക്കുന്ന ക്രിസ്തു ഒരിക്കലും മനുഷ്യകുലത്തെ രക്ഷിക്കാൻ കഴിവുള്ളവനല്ല എന്ന്. കാരണം അവരുടെ പഠനമനുസരിച്ച് ശരീരമെന്നത്, ജഡമെന്നത് തിന്മയായിട്ട് അവർ കണ്ടു. അതുകൊണ്ട് ആത്മാവിൽ മാത്രം ജീവിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരിപ്രകാരം പറഞ്ഞു, രക്ഷപ്പെടണമെങ്കിൽ അതിനായിട്ട് വേണ്ടത് ആഴമായിട്ടുള്ള തപസ്സിലൂടെ ഒരുവൻ തന്നെ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തണം. അങ്ങനെ ഈ ആൽബിജൻസിയൻ പാഷണ്ഡതക്കാര് പരിശുദ്ധ കുർബാനയെയും അതുപോലെ വിവാഹമെന്ന കൂദാശയെയും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുവഴി നമ്മൾ തിരിച്ചറിയുകയാണ്, വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഈ തെറ്റായ പഠനത്തെ പിഞ്ചെന്നുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയി. ഈ അവസരത്തിലാണ് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ജപമാല തെറ്റായ പഠനത്തിനെതിരെ, തിന്മയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു ആയുധമായിട്ട് മാറി. വിശുദ്ധ ഡൊമിനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അതിനപ്പുറത്ത് അദ്ദേഹം ദേശാന്തരങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ജനത്തെ ഈശോയുടെ ഈ രക്ഷാകര രഹസ്യങ്ങളെ ആഴമായി ധ്യാനിച്ചുകൊണ്ടുള്ള ജപമാല ചൊല്ലാൻ, എന്താണോ ഈ ആൽബിജൻസിയൻ പാഷണ്ഡതക്കാര് തെറ്റായി പഠിപ്പിച്ചത്, അതായത് കർത്താവിന്റെ മനുഷ്യാവതാരം, അവിടുത്തെ പീഡാസഹനം, അവിടുത്തെ കുരിശിലെ മരണം, അതിലൂടെ മനുഷ്യകുലത്തിന് കൈവന്ന രക്ഷ, ഇത് നിങ്ങൾ ആവർത്തിച്ച് ധ്യാനിക്കണമെന്ന് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം ജനത്തെ പഠിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ലോകം മുഴുവൻ ഈ തെറ്റായ പഠനത്തിനെതിരായിട്ട് ശക്തമായി ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്താണോ നിരാകരിച്ചത് അതുതന്നെ ആവർത്തിച്ച് ധ്യാനിക്കാൻ. ഒരു ദൈവത്തിന്റെ മകൻ രക്ഷപ്പെടുന്നത് അവന്റെ സ്വന്തം യോഗ്യത കൊണ്ടല്ല, മറിച്ച് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് അവിടുന്ന് കുരിശില് സഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് അവിടുന്ന് നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു എന്നുള്ള കാര്യം ഓരോ ക്രൈസ്തവനും ഈ ജപമാല പ്രാർത്ഥനയിലൂടെ ആഴമായിട്ട് ധ്യാനിക്കുകയും ഏറ്റുപറയുകയും അതുവഴി ഈശോയോട് ഒന്നായിട്ട് രക്ഷ സ്വന്തമാക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുക, സഭയുടെ ചരിത്രത്തില് ഇതുപോലുള്ള ഒരുപാട് തെറ്റായ പഠനങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ അമ്മയായ പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നമുക്കൊക്കെ സ്വന്തം അമ്മയായി തന്ന പരിശുദ്ധ അമ്മ നേരിട്ട് ഇടപെടുകയാണ്. തൻ്റെ
പുത്രനിലേക്കുള്ള വഴിയായിട്ട് മാറാൻ അവൾ ആഗ്രഹിക്കുകയാണ്. ആ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ ഒക്ടോബർ മാസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ശക്തമായ ആയുധം, തെറ്റായ പഠനങ്ങൾക്കെതിരെ, സിദ്ധാന്തങ്ങൾക്കെതിരെയുള്ള ശക്തമായ ആയുധം നമുക്ക് കരങ്ങളിലെടുക്കാം. നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും, നമ്മുടെ സഹനത്തിന്റെ അവസ്ഥകളിൽ, നമ്മൾ കുരിശിലേറേണ്ട അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് നിരാശ കടന്നു വരുമ്പോഴൊക്കെ യേശുവിലേക്ക് നോക്കാൻ, ലോകത്തിലേക്ക് കടന്നു വന്ന രക്ഷകനായ അവിടുന്ന് എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയാൻ പ്രിയമുള്ളവരെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളാണ് എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. ആ അമ്മയിലൂടെയാണ് ലോകത്തിലേക്ക് ദൈവത്തിന്റെ കൃപ കടന്നു വന്നത്. ആ അമ്മയിലൂടെയാണ് പുത്രനായ ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവൾ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. അവളുടെ ഉദരഫലം ഈശോ അനുഗ്രഹീതനാണ്. ഈശോ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം ചിന്തിക്കാനല്ല പ്രിയമുള്ളവരെ, എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് എന്ന് അമ്മ നമ്മോട് പറയുകയാണ്. അത് ഏറ്റുപറയാൻ ഈ ജപമാലയിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മോട് അമ്മ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ജപമാല ചൊല്ലുന്ന ദിനങ്ങളിലൊക്കെ നമുക്ക് ആഴമായിട്ട് ധ്യാനിക്കാം. നമുക്ക് നൽകിയ ഈ അത്ഭുതാവകമായ കൃപകളെ ഓർത്ത്, ഈ ശക്തമായ ആയുധത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്കും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.